ഇന്ന് SSLCയുടെ റിസൾട്ട് വരികയാണ്. നമ്മുടെ മക്കളെല്ലാവരും പേടിയിലും ആശങ്കയിലുമാണ്. വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? രണ്ടുമാകട്ടെ. എനിക്കൊന്ന് പറയാനുള്ളത് രക്ഷകർത്താക്കളോടാണ്. നിങ്ങളുടെ അമിതമായിട്ടുള്ള പ്രതീക്ഷകളും അമിതമായിട്ടുള്ള സ്വപ്നങ്ങളും മക്കളുടെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടറാകണം, വ്യത്യസ്തമായ കോഴ്സുകൾ മക്കൾ മുന്നേറണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ ആരാ എന്നുള്ളതാണ്. അവരുടെ കഴിവുകൾ, അവരുടെ മികവുകൾ, അവരുടെ പഠനത്തിലുള്ള പ്രാവീണ്യം, അവരുടെ ബുദ്ധിവൈഭവം, ഇതിനെപ്പറ്റി തിരിച്ചറിയാത്ത മാതാപിതാക്കൾ വമ്പൻ പരാജയപ്പെട്ടവരാണ്. കാരണം മക്കളെല്ലാവരും ഒരുപോലെയല്ല. അവരുടെ ചിന്തകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. ആ രൂപത്തിലേ അവർക്ക് പഠിക്കാനും ഇടപെടാനും കഴിയൂ. നിങ്ങളൊരു കാര്യം തിരഞ്ഞെടുത്തിട്ട് മക്കളിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ. പഠനത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഉപജീവന മാർഗത്തിനും അവരുടെ സുന്ദരമായിട്ടുള്ള ലൈഫിനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠനത്തിൽ ഇത്രത്തോളം മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ പഠിച്ച് ഉന്നതമായ മാർക്ക് വാങ്ങി എല്ലാവരും വിജയിച്ചിട്ടില്ല. പഠിക്കാതെ ഉഴപ്പി നടന്നവരെല്ലാവരും പരാജയപ്പെട്ടിട്ടുമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മേഖലകൾ ഉയർച്ചയിലെത്തിയവർ പലരും ആദ്യങ്ങളിൽ പരാജയപ്പെട്ടവരാണ്. അവരുടെ വിജയത്തിൻ്റെ കാരണം അവരുടെ കൂടെ ചേർത്ത് പിടിച്ച മാതാപിതാക്കളായിരിക്കാം, അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം മക്കളെ തിരഞ്ഞെടുത്താൽ അവർ വിജയിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിച്ചത്? ശിക്ഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മക്കളെ ഉപയോഗിച്ചാൽ അവർ ഉന്നതരാകുമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ? ഒരിക്കലും ഇല്ല. വെറുപ്പല്ലാതെ അവിടെ സ്നേഹമുണ്ടാവുകയില്ല. ഏതു പ്രയാസത്തിലും അവരുടെ താഴ്ചയിലും അവരുടെ ഇകഴ്ചയിലും അവരെ മനസ്സിലാക്കി അവരെന്താണെന്ന് ചിന്തിച്ച് അവർക്കൊപ്പം നിന്നാൽ മാത്രമേ അവർ നമുക്ക് ഉപകാരപ്പെടൂ. മനസ്സിലാക്കൂ. ഇന്നിപ്പോൾ പരാജയപ്പെട്ട മക്കളുണ്ടാകാം. ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്ത് അടുത്തതിൽ എൻ്റെ പൊന്ന് വിജയിച്ചാൽ മതിയെന്ന ആത്മവിശ്വാസം കൊടുക്ക്. വിജയിച്ചവരോട് സന്തോഷം പങ്കിട്ട് അടുത്തതിലേക്ക് ചേർക്കാൻ അവരെ പ്രാപ്തരാക്കൂ. എല്ലാവർക്കും ഹബീബിയുടെ വിജയാശംസകൾ. പരാജയപ്പെട്ടവർക്ക് അതിലേറെ മുന്നേറുമെന്ന പ്രതീക്ഷ നൽകി അസ്സലാമു അലൈക്കും.